ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയിൽ. അറസ്റ്റിൽ നിയമവിരുദ്ധതയില്ല എന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. SITയുടെ അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നതാണ് ആവശ്യം. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി എന്ത് വാദവുമായിട്ടാണ് സുപ്രീം കോടതിയിൽ എത്തുന്നത്? പ്രതി തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പങ്കജ് ഭണ്ഡാരി നൽകിയിട്ടുണ്ടായിരുന്ന ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനെതിരായിട്ടുള്ള അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി നൽകിയിരിക്കുന്നത്. അതായത് തന്നെ SIT അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെ, തന്നെ കൃത്യമായ കാരണം ബോധിപ്പിക്കാതെ ആയിരുന്നു എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഒരു പ്രധാന വാദം എന്ന് പറയുന്നത്. അതായത് 6 തവണ താൻ SITക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. മാത്രമല്ല തന്റെ കയ്യിൽ നിന്ന് 109 ഗ്രാം സ്വർണം, അതായത് ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയായി വാങ്ങിയ 109 ഗ്രാമിന് തത്തുല്യമായ 109 ഗ്രാം സ്വർണം അത് താൻ അങ്ങോട്ട് നൽകിയിട്ടുണ്ട്. അതായത് താൻ ആണ് SITയോട് അങ്ങോട്ട് ഇത് നൽകാമെന്ന് പറയുകയും താൻ അത് നൽകുകയും ചെയ്തു. പക്ഷെ പിന്നീട് SIT കോടതിയെ അറിയിച്ചിരുന്നത്, കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിരുന്നത് ഇത് പങ്കജ് ഭണ്ഡാരിയുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തതാണ് എന്നുള്ളതാണ്. പക്ഷെ ആ വാദങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഒരു അപ്പീൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെ വീഴ്ച വരുത്തിക്കൊണ്ടാണ് SIT നിയമവിരുദ്ധമായി തന്നെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷേ ഹൈക്കോടതി ഇതിൽ നിരീക്ഷണം പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ പങ്കജ് ഭണ്ഡാരിയുടെ അപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കൊണ്ട് പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് വരെയുള്ള ആ സമയം എടുത്തതുകൊണ്ടാണ് കൊല്ലം കോടതിയിൽ ഹാജരാക്കാൻ വൈകിയത്. അതുകൊണ്ട് നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ചയും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി തള്ളുന്ന സമയത്ത് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അതേസമയം തന്നെ ഹർജിയിൽ ഒരിടത്ത് പോലും പങ്കജ് ഭണ്ഡാരി തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ലെന്നോ തുടങ്ങിയ വാദങ്ങളൊന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. തികച്ചും സാങ്കേതികമായ വാദം ഉയർത്തിക്കൊണ്ട് മാത്രമാണ് പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ചെന്നൈയിലും ബംഗളൂരുവിലും വെച്ച് മൂവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. SIT ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്ത ശേഷം പോലും മൂവരും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചെന്നൈയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മറുപടി സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിയിൽ SIT ബോധിപ്പിച്ചിരുന്നു. അതായത് ഈ അന്വേഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ് ഈ മൂവരും എന്നുള്ളതാണ് SITയുടെ വാദം. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.